ഈ ഉത്സവവേളകളിൽ നാട്ടാനകളെ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് ആനപ്രേമികളുടെ ചില സംഘടനകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതി വനം വകുപ്പിലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു അഫിഡവിറ്റ് കോടതിയെ സമർപ്പിക്കണമെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. ആ അഫിഡവിറ്റ് നൽകിയപ്പോൾ പ്രായോഗികമല്ലാത്ത ചില നിർദ്ദേശങ്ങളുണ്ടായി. പക്ഷേ ബഹുമാനപ്പെട്ട കോടതി ആ അഫിഡവിറ്റിലെ നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ അംഗീകരിച്ചുകൊണ്ടാണ് ഒന്നാമത്തെ ദിവസം ഉത്തരവ് പുറപ്പെടുവിച്ചത്. അത് പൂരം പോലുള്ള വലിയ ആഘോഷങ്ങൾ നടത്തുന്നതിന് തടസ്സമായി നിൽക്കുന്ന നിബന്ധനകളാണ് എന്ന് തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വവും ആശങ്ക പ്രകടിപ്പിക്കുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. തൃശ്ശൂരിലെ പൂരപ്രേമികളായ ജനങ്ങളും ആശങ്കയോടൊപ്പം പങ്കുചേർന്നു. അപ്പോഴാണത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് വിശദീകരണം ചോദിക്കുകയുണ്ടായി. ആ വിശദീകരണവുമായി ബന്ധപ്പെട്ട നടപടികൾ പിന്നീട് വരും. എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാനിടയായത്? വേണ്ടത്ര ആലോചനയില്ലാതെ കൊടുക്കും. ഗവൺമെൻറ്റിൻ്റെ മുൻകൂട്ടിയുള്ള അനുമതിയോടുകൂടിയേ അഫിഡവിറ്റ് സമർപ്പിക്കാൻ പാടുള്ളൂ. പക്ഷേ അങ്ങനെ എടുക്കാതെ കൊടുത്തതിനുള്ള നിയമപരമായ നടപടികളുമായി അവർക്ക് നോട്ടീസ് കൊടുത്ത് മെമ്മോ അയച്ചു കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് ഒരു വശത്ത് ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയ്ക്കുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മാത്രം അത് ഒതുങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്ന് ബഹുമാനപ്പെട്ട കോടതിയെ തന്നെ സമീപിക്കുകയും പ്രായോഗികമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള പുതിയൊരു അഫിഡവിറ്റ് സമർപ്പിക്കുകയും ആ അഫിഡവിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അത് കോടതി അംഗീകരിച്ച് ഉത്തരവാകുകയും ചെയ്തു. പക്ഷെ അവിടെ നടന്നത് ഈ പൂരത്തോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഗവൺമെൻറ്റിനെതിരെ ഒരു ആയുധമാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ കഴിയുമോ എന്നൊരു ശ്രമമാകുന്നുണ്ടായി. ആ ശ്രമങ്ങൾ ദയനീയമായി പരാജയപ്പെടുത്താനും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അവകാശപ്പെടുന്നത് വനം വകുപ്പ് അവരുടെ മുമ്പാകെ വരുന്ന എല്ലാ പ്രശ്നങ്ങളിലും ജാഗ്രതയോടുകൂടിയ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് നിയമവാഴ്ച ഉറപ്പുവരുത്താനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. അവിടെയും നിങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. കാരണം വനമേഖലയിൽ അസ്വസ്ഥതയുണ്ടാക്കി വനംവകുപ്പിനെതിരെ ജനങ്ങളെ തിരിച്ചുവിട്ട് രാഷ്ട്രീയ മുതലെടുപ്പുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറേ നാളായി മലയോര മേഖലയിൽ നടന്നു വരികയാണ്. ആ ശ്രമങ്ങളുടെ മറ്റൊരു പതിപ്പാണ് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയത്. അവിടെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി വനംവകുപ്പിലെ ചീഫ് വൈൽഡ് വാർഡനോട് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മെമ്മോ സമർപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ അന്ന് ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് തൃശ്ശൂർ പൂരം പൂർവാധികം ഭംഗിയായി നടത്താനുള്ള സാഹചര്യം ഒരുക്കുമെന്നാണ്. ആ വാക്ക് പാലിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് മോദിയുടെ ഗ്യാരണ്ടിയല്ല, വനം വകുപ്പിൻ്റെ ഗ്യാരണ്ടിയാണ്. അല്ല, ഇതിൽ വീഴ്ച പറ്റിയെന്നതിനപ്പുറത്ത് ഇതിൽ ഇത്തരത്തിലുള്ള സത്യവാങ്മൂലം നൽകുന്നതിൽ ഏതെങ്കിലും ദുരൂഹതയുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, അതൊരു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള സാഹചര്യമുണ്ട് എന്ന് അവർ മനസ്സിലാക്കാത്തത് കൊണ്ട് ചെയ്തു പോയതാണോ അല്ല മനസ്സിലാക്കിയിട്ടും ചെയ്തതാണോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വിശദീകരണമാണ്. അദ്ദേഹം പ്രാഥമികമായി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നാളെ തന്നെ കൊടുക്കണമെന്ന് കോടതി പറഞ്ഞപ്പോൾ അപ്പോൾ അദ്ദേഹം തന്നെയാണല്ലോ വീണ്ടും പുതുക്കിയ അഫിഡവിറ്റ് സമർപ്പിച്ചത്. അതുകൊണ്ട് പക്ഷെ അതിൽ ഞങ്ങൾ നിൽക്കുന്നില്ല. അതിനകത്ത് എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് അന്വേഷിച്ചേ പറ്റുള്ളൂ. അതെ, വീഴ്ച വന്നിട്ടുണ്ട് എന്ന സംശയം ഇല്ലാതില്ല. ആ സംശയം കൂടി ഉള്ളത് കൊണ്ടാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി തന്നെ ഈ കാര്യത്തിൽ നേരിട്ട് മെമ്മോ സമർപ്പിച്ച് ഇന്നോ നാളെയോ അതിൻ്റെ വിശദീകരണത്തിൽ ചോദിച്ചിട്ടുണ്ട്. അതും വളരെ പെട്ടെന്ന് തന്നെ വിശദീകരണം ചോദിക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തു. കാരണം IFS ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിൽക്കുന്ന ഘട്ടത്തിൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കാനുള്ള പ്രശ്നമുണ്ട് എന്നൊരു സംശയം CM ഓഫീസ് ഉന്നയിച്ചിരുന്നു. ഞാനത് CM-ആയിട്ട് സംസാരിച്ചു. ഏതായാലും ഇനിയിപ്പോൾ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, അതിനിടയ്ക്ക് നമുക്ക് ചെയ്യാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ടി വന്നാൽ അവിടെയും ആവശ്യമായ മാറ്റങ്ങൾ ഉണ്ടാകും. വനം വകുപ്പിൻ്റെ തലപ്പലത്ത് തന്നെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിനെക്കുറിച്ചുള്ള ഗൗരവത്തിലുള്ള ചർച്ച ഗവൺമെൻറ് തലത്തിൽ നടന്നു വരുന്നുണ്ട്.